മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണനെ കാണുമ്പോൾ തന്നെ ഫംഗ്ഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. നന്നായിരുന്നു അമ്മേ, അമ്മയില്ലാത്തതിൻ്റെ കുറവ് എനിക്ക് ഫീൽ ചെയ്തു എന്നിങ്ങനെ പറയുമ്പോൾ അത് മോനെ മാത്രമല്ലേ തോന്നിയുള്ളൂ, ബാക്കി ആർക്കും ഞാൻ അങ്ങോട്ട് വരുന്നത് ഇഷ്ടമായിരിക്കില്ല മോനെ, അതുകൊണ്ടല്ലേ അമ്മ വരാതിരുന്നത്. ലേഖയ്ക്കും മഞ്ജുവിനും ഒട്ടും അത് പറ്റില്ല, അവര് എന്താന്ന് വെച്ചാൽ വിചാരിച്ചോട്ടെ, പക്ഷെ മഹിക്ക് അമ്മ വരുന്നത് സന്തോഷമായിരുന്നു. അല്ല മോനെ, എന്നിട്ട് എന്തായി? കുഞ്ഞിന് പേരൊക്കെ ഇട്ടോ? കുഞ്ഞിന് പേരിട്ടു. നീലാംബരി, കഴുത്തിൽ നീല മറുകുള്ളത് കൊണ്ട് തന്നെ നീലാംബരി എന്ന് പേരിട്ടു. പിന്നെ സിദ്ധയായിട്ടുള്ള അമ്മയെക്കുറിച്ച് ഞാനും മഹിയും പറയാറുണ്ടായിരുന്നല്ലോ, ആ അമ്മയാണത്രേ മഹിക്ക് പേര് പറഞ്ഞു കൊടുത്തത്. പിന്നെ നീലമോൾ എന്ന് വിളിക്കാം. അമ്മ തന്ന ആഭരണങ്ങളാണ് കുഞ്ഞിന് ആദ്യം ഇട്ട് കൊടുത്തത്. ഓ, അത് എല്ലാവരും സമ്മതിച്ചോ? എൻ്റെ മോള് തന്നെ എതിർത്തിട്ടുണ്ടാവുമല്ലോ. ആ, അങ്ങനെയൊക്കെ ഉണ്ടായി. അല്ല മോനെ, ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണിക്കാം. ഈ സമയം അവിടേക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് കരുണ വരുന്നുണ്ടെങ്കിലും അവളെ ദുർഗ വകവയ്ക്കാതെ ഫോട്ടോസൊക്കെ നോക്കണം. അതിലേക്ക് എത്തി നോക്കുന്ന കരുണയോട് ദുർഗയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. എന്താടി, എന്താ നിന്റെ കാര്യം? എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നത്? അത് പിന്നെ എനിക്കും കൂടിയും ആ ഫോട്ടോസ് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എങ്കിലേ നീ കാണണ്ട, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. കണ്ണൻ കുഞ്ഞും മഹിയുമായിട്ട് വരുമോ എന്ന് നീ ഇത്ര നേരം പേടിച്ചിരിക്കുകയായിരുന്നില്ലേ? അത് പിന്നെ അമ്മേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല. നിന്റെ മട്ടും ഭാവം കണ്ടാലൊക്കെ എനിക്കറിയാൻ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും കുറച്ചു കാലം നിന്നോടൊപ്പം കുറെ ക്രൂരതകൾ ചെയ്തു കൂട്ടിയതല്ലേ എന്നൊക്കെ ദുർഗ പറയുമ്പോൾ, അമ്മേ, അവളുടെ ചേച്ചിയുടെ മോളുടെ നൂലുകെട്ടല്ലേ, അപ്പൊ പിന്നെ കണ്ടോട്ടെന്നേ, തടയണ്ട. അങ്ങനെ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ദുർഗയാണെങ്കിൽ ആ ഫോട്ടോസൊക്കെ തന്നെ കരുണയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. കരുണയ്ക്കാണെങ്കിൽ കണ്ണന്റെയും മഹിയുടെയും സന്തോഷം കണ്ടു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ദുർഗയാണെങ്കിൽ വീണ്ടും കരുണയെ പഴിക്കുന്ന സമയത്ത്, അമ്മേ, അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് മാറാമെങ്കിൽ ഞങ്ങൾക്ക് മാറിക്കോടെ എന്നിങ്ങനെ കരുണ ചോദിക്കുമ്പോൾ, നീ ഒരിക്കലും മാറാൻ പോകുന്നില്ലടി, കാരണം നീയെ ആ പ്രതാപന്റെ മോളാ, അവന്റെ ചോരയല്ലേ നിന്റെ സിരകളിലൂടെ ഓടുന്നത്, അതുകൊണ്ടേ നിനക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്തെങ്കിലും അപകടം കുഞ്ഞിന് നേരെയോ മഹിക്ക് നേരെയോ കണ്ണന് നേരെയോ ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ എല്ലാം വയർ നിറച്ച് കേട്ടതിന് ശേഷം അവിടെ നിന്നും കരുണം പോകുന്നുണ്ട്. മോനെ, ഒന്നും കൂടി ഞാൻ ആ ഫോട്ടോസൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ വീണ്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഫോട്ടോസൊക്കെ സ്വൈപ്പ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശേഷം പ്രതാപനാണെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് മുത്തശ്ശി വരുന്നുണ്ട്. എടാ, മോള് വിളിച്ച അങ്ങനെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ കരുണ വിളിക്കുന്നുണ്ട്. ഡാ, ഇത് മോളാ, ഒന്ന് എടുക്ക്. അമ്മേ, എനിക്ക് വയ്യ കേൾക്കാൻ. അങ്ങനെ പ്രതാപൻ രണ്ടും കെട്ട മനസ്സോട് കൂടിയിട്ട് ആ ഫോൺ കോൾ എടുക്കുന്നുണ്ട്. അച്ഛാ, ഇവിടേക്ക് ആ കണ്ണനും വന്നിട്ടുണ്ട് മോളെ, ഇവിടെ ആ മോഹിനി എത്തിയിട്ടുണ്ട്. ആ, എല്ലാവരും നൂലുകെട്ട് കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞിരിക്കുക. അച്ഛൻ എന്തിനാച്ചാ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്? മോളെ, മനഃപൂർവ്വമല്ലല്ലോ, പറ്റി പോകുന്നതല്ലേ. ആ കള്ളസ്വാമി 5 മിനിറ്റിനുള്ളിൽ കാര്യം കഴിയുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ല. മോളാണ് സത്യം, ഞാൻ ചെയ്തതാ. ഓ, ഇനിയിപ്പോ ആ കുഞ്ഞിനു പകരം ഞാൻ ചത്തുപോട്ടെ, എൻ്റെ പേരിൽ കള്ളസത്യം ഇട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് സത്യം പറഞ്ഞാൽ തൂങ്ങി ചാവാനാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ ദേഷ്യത്തോടെ ഫോൺ വയ്ക്കുകയാണ്. ഈ സമയം പ്രതാപനാണെങ്കിൽ ആകെ വിഷമത്തിൽ നിൽക്കുമ്പോൾ, എടാ, വയർ നിറച്ചും കേട്ടോ? കേട്ടു. എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മോള് ചോദിച്ചത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. നീ എപ്പോഴാ അവരെയൊക്കെ ഒന്ന് വകവരുത്തുക? അമ്മേ, ജയിലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മോളുടെ ചിരിച്ച മുഖം ഞാൻ കാണും. കണ്ടത് തന്നെ കാത്തിരുന്നോ മതി. നിന്നെ പോലൊരു മണ്ടനുണ്ടല്ലോ മറ്റാരും ഉണ്ടാവില്ല ഈ ലോകത്തെന്നൊക്കെ പറയുമ്പോൾ, അമ്മ ചെയ്ത മണ്ടത്തരം ആ ഉണ്ണിക്ക് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തില്ലേ? ആ, ശരിയാടാ. പക്ഷേ നമ്മുടെ കുഞ്ഞിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അവളുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. ഭർത്താവായിട്ട് അവൾ ഒരുപാട് കാലം ജീവിക്കണം. പിന്നെ എനിക്കിപ്പോൾ കയറി കിടക്കാൻ പോലും ഒരു വീടില്ല. എന്നാലും പോട്ടെ, എൻ്റെ കണ്ണടയതിന് മുമ്പായിട്ട് എൻ്റെ കരുണമോള് സന്തോഷിച്ച് കാണണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം പ്രതാപനാണെങ്കിൽ ആ ഗുണ്ടയെ വിളിക്കുന്നുണ്ട്. ആ ഗുണ്ടയ്ക്കാണെങ്കിൽ കള്ളസ്വാമി എണ്ണയൊക്കെ തടവി ചൊറിച്ചിലൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ എടുക്ക്, ഫോൺ എടുക്ക്, തനിക്കുള്ള കോളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗുണ്ട ഗിരീഷ് കള്ളസ്വാമിയുടെ തല്ലിൽ കെട്ടിവെക്കുകയാണ്. ആ, സാറേ പറഞ്ഞോ. എടാ, ഒരു കുഴപ്പവും ആർക്കും സംഭവിച്ചിട്ടില്ല. 5 മിനിറ്റിനുള്ളിൽ കുഞ്ഞ് തീരുമെന്നൊക്കെ പറഞ്ഞേ ദേ അമ്മമ്മ എത്തി. ഇപ്പോൾ അച്ഛനും അതിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ദേ, എൻ്റെ അഡ്വാൻസ് എനിക്ക് എത്രയും ഇവിടെ തിരിച്ചു വേണമെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ സാറേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും ഇത്രയും കൂടി വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ, 5 മിനിറ്റ് പോയിട്ട് 5 മണിക്കൂറായി. ഞാൻ അഡ്വാൻസ് വാങ്ങാൻ അങ്ങോട്ട് വരുന്നുണ്ട്, തന്നെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ശേഷം ഫോൺ വെക്കുമ്പോൾ ആ ഗിരീഷ് ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞേ? ഇങ്ങോട്ട് അഡ്വാൻസ് വാങ്ങാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞേ. അയാളുടെ സൗണ്ടിലൊരു ഭീഷണിയുണ്ട്. ഇങ്ങോട്ട് വരട്ടെ, അയാളുടെ പുക ഞാൻ മുകളിലേക്ക് അയക്കുമെന്നൊക്കെ പറഞ്ഞ് ആ ഗുണ്ടകളാണെങ്കിൽ പ്രതാപനെ കൈകാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുക. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹിനിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ലക്ഷ്മി മോൾ എന്ന് കാണുമ്പോൾ തന്നെ, ലക്ഷ്മി മോളാ, അവളുടെ മോള് ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും വിശേഷങ്ങൾ പറയാനുണ്ടോ? അവിടേക്ക് മോഹിനി വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് വരുന്നത്. ദാ, നിന്റെ ലക്ഷ്മി വിളിക്കുന്നു. നിനക്കൊക്കെ എത്താടി ഇത്ര വിശേഷം പറയാനുള്ളത്?
എടാ ഒരുപക്ഷെ കുഞ്ഞിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിലോ എന്നിങ്ങനെ മുത്തശ്ശി സ്വകാര്യം പറയുമ്പോൾ മോഹിനി വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. ആ മോളെ, അമ്മയുടെ ഫോണിലേക്ക് നൂലുകെട്ടിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടേ. ആ ശരി മോളെ, കുഞ്ഞെന്തെടുക്കുക? കുഞ്ഞിനെ ലേഖ പാവക്കുട്ടിയൊക്കെ കാണിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ശരി, ഞാനെങ്കിൽ ഫോട്ടോസൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി മോഹിനി ഫോണൊക്കെ തുറന്ന് ഫോട്ടോസ് നോക്കുകയാണ്. പ്രതാപനും മുത്തശ്ശിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടു നിൽക്കാനായിട്ട് പ്രതാപനും മുത്തശ്ശിക്ക് കഴിയുന്നില്ല. അങ്ങനെ പ്രതാപനെയും മുത്തശ്ശിയെയും ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കരുണ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് കയറി വരികയാണ്. ആഹാ, ഇപ്പോൾ എത്തിയോ മോളെ? നിനക്ക് തരാനായിട്ട് അമ്മ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിന്റെ പലഹാരങ്ങൾ എൻ്റെ കൊച്ചിന് വേണ്ട. ഞാൻ കുറെ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൊണ്ടുപോയാൽ മതിയെന്ന് ഇങ്ങനെ കരുണയോട് പറയുമ്പോൾ, നിങ്ങളുടെ പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. അവിടെ ഇരുന്നിട്ടേ എനിക്ക് ഒരുപാട് വീർപ്പ് മുട്ടുന്നത് പോലെ തോന്നുക. ഇപ്പൊ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ഏത് സമയം നോക്കിയാലും എന്നെ പഴിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെ മോഹിനിയാണെങ്കിൽ, മോളെ നീ നൂലുകെട്ടിന്റെ വീഡിയോ കണ്ടോ? കണ്ടു നോക്കെന്ന് പറഞ്ഞുകൊണ്ട് കരുണയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ, കരുണയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് വിറച്ചുകൊണ്ട് ആ വീഡിയോ കാണുന്നുണ്ട്. എന്നിട്ട് മോഹിനി കരുണയോട് പറയുകയാണ്, ഇനിയെങ്കിലും ഇവർ പറയുന്നത് കേൾക്കാതെ കണ്ണനെയും മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ നോക്ക്. അങ്ങനെയാകുമ്പോൾ അവർ നിന്നെയും നിന്റെ കുഞ്ഞിനെയും ഒരുപാട് സ്നേഹിക്കുമെന്നൊക്കെ പറയുമ്പോൾ, ഓ പിന്നെ ഇവളുടെ ഒരു സ്നേഹം കുപ്പയിൽ കൊണ്ടിടുന്നു പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഇതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞും അവിടെ നിന്നും കരുണയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പ്രതാപനും പുറകെ പോകുന്നുണ്ട്. മോഹിനിക്ക് മനസ്സിലാവുകയാണ് എത്ര തന്നെ ഉപദേശിച്ചാലും കരുണയും മുത്തശ്ശിയും പ്രതാപനും മാറാൻ പോകുന്നില്ല എന്ന്. ശേഷം റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് കരുണയോട് മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്, മോളെ ഞങ്ങളോട് ക്ഷമിക്ക്, ഈ തവണയും പരാജയപ്പെട്ടു. പക്ഷേ ഉറപ്പായിട്ടും അച്ഛൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിന്റെ ആഗ്രഹം സാധിച്ചു തരുമെന്നൊക്കെ പറയുമ്പോൾ, ആഗ്രഹം സാധിച്ചു തരുന്ന പോലും ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല മോളെ. അത് പിന്നെ ശ്രമിക്കാഞ്ഞിട്ടല്ലോ, നടക്കാഞ്ഞിട്ടല്ലേ ആ കള്ളസ്വാമി പറ്റിച്ചു. പിന്നെ അയാളെ ഭസ്മൊന്നായിരിക്കില്ല, ആ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതായിരിക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും സന്തോഷം കണ്ടിട്ട്. സത്യത്തിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നതെന്ന് പറയുമ്പോൾ, മോളെ അങ്ങനെയൊന്നും പറയല്ലേ. ഇതേ നോക്ക്, മുത്തശ്ശിയും അച്ഛനും പറയുന്നത് നീ കേക്ക്. നീയേ ആ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പോ. എന്തിനാ അന്ന് പോയപ്പോഴേ എന്നെ തല്ലാതെ വിട്ടതേ? ഭാഗ്യ ആ ലേഖയ്ക്ക് എന്നെ കണ്ട തല്ലാൻ തോന്നും. മോളെ ഒരു തല്ല് വാങ്ങിച്ചാലും കുഴപ്പമില്ല നീ. പിന്നെ എങ്ങാനും കുഞ്ഞിനെ നമ്മൾ അപായപ്പെടുത്തുകയാണെങ്കിൽ സംശയം നമ്മുടെ നേർക്ക് വരരുതല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ നീ അവിടെ കയറി പറ്റണം. എന്നിട്ട് കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ എന്നിങ്ങനെ അറിയണമെന്നൊക്കെ പറയുമ്പോൾ, പ്രതാപിൻ്റെയും മുത്തശ്ശിയുടെയും വാക്കുകൾ കേട്ടിട്ട് കരുണയാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുക. എന്തായാലും കരുണ ആ ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിലേക്ക് കുഞ്ഞിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ലേഖയും അനന്തവും വളരെ ദേഷ്യത്തോടു കൂടി തന്നെയാണ് കരുണയെ നോക്കി കാണുന്നതെങ്കിലും മഹാലക്ഷ്മി ആണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് കരുണയെ വിളിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കരുണ പലതും മനസ്സിൽ കുറിച്ചുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ തലോടുകയും കൊഞ്ചിയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.